വ്യൂ ആൻഡമാനിലാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുള്ള. ചങ്ങായിമാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൻ്റെ തുടക്കമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ചാനലിലെ എപ്പിസോഡ് 21ാമത്തെ എപ്പിസോഡാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമുക്കൊരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് തന്ന സുജോയ് തന്നെ നമുക്ക് ബൈക്ക് ഒന്നോടെ തന്നിട്ടുണ്ട് പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളങ്ങനെ ബൈക്ക് എടുത്തിട്ട് പോകുന്ന ഒരു സ്ഥലത്തേക്ക് പെട്രോൾ അടിക്കാൻ വന്നേക്കാണ്. ഇവിടുത്തെ പെട്രോളിൻ്റെ വില വെറും 82 രൂപ മാത്രമാണ് ഉള്ളത്. അപ്പം നമുക്ക് സ്പോട്ടിലേക്ക് പോകാമെന്നാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്പോട്ട് ബഡാബാലു ആണ്. പക്ഷേ അവിടെ എത്തനേക്കുമ്പോൾ ഒരു വ്യൂ കണ്ടു. അപ്പോൾ എന്നാൽ ഇവിടെ കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂവിലേക്ക് പോവാണ്. ഞാനിത് ബൈക്കിൽ പോണ വഴിക്കാണ് കണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എന്താണ് വ്യൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചെക്ക് ഡാമില്ലേ, ആ ചെക്ക് ഡാം പോലെ തന്നെ ഉണ്ടാവും. ചെക്ക് ഡാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡാം പോലെ ഉണ്ടാവും. എന്നാൽ അതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിലുള്ള സാധനം. ഈ സ്പോട്ട് ഞാൻ പണ്ടേ നോക്കി വെച്ചതാണ്. നേരത്തെ ഇവിടെ വന്നപ്പോൾ ആൻഡമാനിൽ വന്നപ്പോൾ ഞാൻ കണ്ട സ്ഥലമാണ്. ഇവിടെ ഒരിക്കലെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലം. ഇപ്പോഴാണ് അതിന് ബെസ്റ്റ് സ്ഥലം കിട്ടിയത്. ഡാമാണ് നല്ല ഹൈറ്റിൽ കേട്ടോ. പക്ഷെ ഇവിടെ ഒന്ന് ഇങ്ങനത്തെ വെള്ളത്തിലൊന്നും എത്തി ഇറങ്ങരുത്. എത്രയാണ് ഇതിൻ്റെ താഴ്ച, ഇതിൽ വല്ല ചെളി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഇറങ്ങിയിട്ട് ചെളിയിലെങ്ങനെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പൊന്തി വരില്ല. ഇത് ആൻഡമാനാണ് കൈ കണ്ടാൽ പറയോ. എന്താ പറയുക, ശരിക്കും കാടിനകത്ത് പോയ പോലെ ഉണ്ട്. നമുക്ക് താഴ്ത്തിക്ക് എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം. ഇവഴി നമുക്ക് താഴ്ത്തിക്ക് ഇറങ്ങാം. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തെനലുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, നമ്മൾ തന്നെ വഴി ഉണ്ടാക്കണം ഇറങ്ങാൻ. ഇവിടെ വാഴയൊക്കെ ഉണ്ട് കൈ. വണ്ടി നമ്മൾ മുകളിൽ വെച്ചേക്കണം. വരാം, വണ്ടി മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നോക്കണേ. നമ്മൾ പോവായിരുന്നത് ബഡാബാലു എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടേക്ക് നമ്മൾ നാളെ പോകും. ഇന്ന് പോകാൻ നമ്മളൊക്കെ സമയമില്ല, എന്നാൽ ഇരുട്ടായി. പിന്നെ അവിടെ 5 മണി കഴിഞ്ഞാൽ പോകാനും പറ്റില്ല. കാണാൻ കഴിച്ചാൽ ഇതാണ് വ്യൂ. നല്ല വെള്ളമാണെങ്കിൽ കുളിക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ മുകളിലല്ല കേട്ടോ. മുകളിൽ എത്ര വെള്ളം കെട്ടിക്കെട്ടണമെങ്കിൽ നമുക്ക് അറിയില്ല. അതിന് നീന്താൻ അറിയുന്ന പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ തീർന്നിരിക്കും. അവിടെ നോക്കിയേ എത്ര ദൂരത്തിലാണ് കിടക്കണേന്ന്. രക്ഷയില്ല വ്യൂ. ഈ ഒരു വ്യൂ ആൻഡമാനിലാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുള്ള. കണ്ട അവിടെ വേസ്റ്റുകൾ ഇറങ്ങണ്ട. മഴ ആയതുകൊണ്ട് ചെളിവെള്ളം കലങ്ങി വരണേ. അല്ലാതെ എനിക്ക് നല്ല വെള്ളമായിരുന്നു ഇവിടെ. നേരത്തെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് വന്ന സമയത്ത്. ഇപ്പോൾ കുറച്ച് മഴ പെയ്യണതുകൊണ്ട് മൊത്തം കലങ്ങിയിട്ടാണ് വരണത്. നമ്മൾ കുറച്ച് വാഴേൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ആ വ്യൂ ചെയ്ത് കൊന്നോടെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി വ്യൂ. ഓക്കെ, താഴത്തേക്ക് ഇറങ്ങി കാണിച്ചിട്ടുണ്ടാ. മീനൊക്കെ പിടിക്കുന്നതാ, കാരണം ചൂണ്ട താഴെ കിടക്കുന്നുണ്ട്. സ്ഥലം എവിടെയാണെന്നറിയോ? ബഡാബാലു എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. കുറെ മീൻ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, മീനൊക്കെ പാറ്റിയിട്ടേ. ആ കഴിച്ച് അവിടെ മീനെ കാണാം. അതാ സിലോപ്പിയാട്ടോ, സിലോപ്പിയാണ് ഇവിടെ ഉള്ള. അപ്പം എന്തായാലും മീൻ ഉറപ്പാ, ഫിക്സായി. മീനുണ്ട്. അത് അവിടെയും മീനെ കാണാം. ക്യാമറ കിട്ടില്ല. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് അവിടെ പോയി എത്തില്ല. നമുക്ക് വണ്ടി കിട്ടിയത് കുറച്ച് വൈകിപ്പോയി. 2:30-ക്കാണ് നമുക്ക് വണ്ടി കിട്ടിയത്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരു കൂട്ടുകാരുടെ വണ്ടിയാണ് നമുക്ക് കിട്ടിയത്, ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ എത്താൻ സാധിക്കില്ല. 16 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ. ഞാൻ റൂമിൽ നിന്ന് 7 കിലോമീറ്റർ വന്നിട്ടാണ് ബൈക്ക് എടുത്തത്. ബൈക്ക് എടുത്ത അവിടെ നിന്ന് 16 കിലോമീറ്റർ പോകണം കാണണമെങ്കിൽ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 6-7 കിലോമീറ്റർ തന്നെ ബൈക്ക് എടുത്ത് എത്തിയുള്ളൂ. അപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത്. ഈ വ്യൂ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇതൊരു ആൻഡമാനിലൊരു അടിപൊളി വ്യൂ ആട്ടോ. അപ്പോൾ ആൻഡമാനിൽ വരുന്ന ഒരു ബഡാബാലു പോണ വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. അത്ര വലിയതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ ചെക്ക് ഡാം കെട്ടിയിട്ട് ഉള്ളൊരു വെള്ളച്ചാട്ടമുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആൻഡമാനിലെ പല പല വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ഐലൻഡിൽ മാത്രമേ ഞാൻ കറങ്ങണുള്ളൂ. ഒരു ഐലൻഡ് മാത്രം കറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്യുക. പോർട്ട് ബ്ലെയർ വരിക, വല്ല സൈക്കിളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്ക് ആരെങ്കിലും കിട്ടുമോ നോക്കുക, കറങ്ങുക. പോർട്ട് ബ്ലെയർ തന്നെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.